തിരുവാറന്മുളയപ്പൻ്റെ വിശേഷങ്ങളിൽ നിന്നും തിരുവോണത്തോണിയുടെ വിശേഷങ്ങളിൽ നിന്നും നമ്മളിനി പോകുന്നത് തൃശ്ശിവ പേരൂരിലേക്കാണ്. അവിടെ സാനു ഉണ്ട്, വടക്കുംനാഥ ക്ഷേത്ര പരിസരത്ത്. സാനു, ആഘോഷങ്ങൾ അത് എത്ര മനോഹരമായി ആഘോഷിക്കണമെന്ന് തൃശ്ശൂരുകാരെ ആരും പഠിപ്പിക്കേണ്ട. ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ ഓണാഘോഷങ്ങളുള്ള ഒരു നഗരം കൂടിയാണ് തൃശ്ശൂർ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഈ ഉത്രാടപ്പാച്ചിൽ എത്രത്തോളം മുന്നേറുന്നു സാനു? പ്രജിത്ത്, എന്തായാലും ആഘോഷങ്ങൾ അതിനാൽ സമ്പന്നമായിട്ടുള്ളൊരു നാടാണ് തൃശ്ശൂർ. എന്തായാലും ഇന്ന് കുമ്മാട്ടികളി, പുതൂർക്കരയുടെ കുമ്മാട്ടികളി കൂടി തുടങ്ങിയതോടുകൂടി തൃശ്ശൂർ ഒന്നാകെ ഒരു ഓണാഘോഷത്തിലേക്ക് നീങ്ങുകയാണ്. അതായത് ഈ ഓണാഘോഷം എന്ന് പറയുമ്പോൾ തൃശ്ശൂരിലെ പുലികളിയുണ്ട്, അതേപോലെ തന്നെ കുമ്മാട്ടിയുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കലകളാൽ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള ആചാര രീതികളാൽ അങ്ങനെ സമ്പന്നമായിട്ടൊരു നാടാണ് തൃശ്ശൂർ. അങ്ങനെ ആ തൃശ്ശൂർ മെല്ലെ മെല്ലെ നടന്ന് തിരുവോണത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഉത്രാടപ്പാച്ചിൽ, അതായത് തിരുവോണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവസാനഘട്ട ഒരുക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാനഘട്ട ആ ഒരു തത്രപ്പാടിൻ്റെ ആ ഒരു, നമ്മളൊക്കെ പറയുന്ന പോലെ ഉത്രാടപ്പാച്ചിലിൻ്റെ ആ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു മൈതാനം മൊത്തം ആളുകളെ കൊണ്ട് ഇങ്ങനെ തിങ്ങി നിറയുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം ഈ തിരുവോണം ആഘോഷിക്കണം, അത് ഏത് രീതിയിൽ ആഘോഷിക്കണം എന്നൊക്കെ ആളുകൾ ഇങ്ങനെ ചിന്തിച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതികളിലൊക്കെയാണ് തൃശ്ശൂരിൽ ഈ ഒരു തിരുവോണത്തെ വരവേൽക്കുന്നത്. കാരണം ജൻസികളൊക്കെ വലിയ രീതിയിൽ റീൽസൊക്കെ ചിത്രീകരിച്ച മണ്ണുകൂടിയാണ് ഈ ഒരു വടക്കുംനാഥ ക്ഷേത്രം എന്നുള്ളത്. കാരണം വ്യത്യസ്തമായിട്ടുള്ള കാലങ്ങൾക്ക് ഓരോ കാലത്തിനനുസൃതമായിട്ടുള്ള ആഘോഷങ്ങളെ സ്വീകരിക്കുന്ന ഒരു നാട് കൂടിയാണ് അങ്ങനെ തൃശ്ശൂർ. അങ്ങനെ ഈ ഒരു തിരുവോണത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ഈ ഒരു വടക്കുംനാഥൻ്റെ തട്ടകം തന്നെ ഇങ്ങനെ നിറഞ്ഞു കവിയുകയാണ്. ഈ ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റുകൂട്ടുന്നതിന് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ തയ്യാറെടുപ്പിലാണ് ഈ ഒരു നഗരം ഒന്നാകെ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആളുകളൊക്കെ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ, വസ്ത്രങ്ങളായിക്കോട്ടെ, പൂക്കളായിക്കോട്ടെ, മറ്റേ ഈ സദ്യവട്ടങ്ങൾ ഒരുക്കുന്ന സാധനങ്ങളായിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാനവട്ട തയ്യാറെടുപ്പിൽ ഇതേ ഒരു ചേട്ടൻ ഇങ്ങനെ നിൽക്കുന്നത്, കൈ നിറയെ പൂവായിട്ടാണ് നിൽക്കുന്നത്. ചേട്ടാ, എന്താ പൂവൊക്കെ വാങ്ങിയില്ലേ? പിന്നല്ല, ഓണല്ലേ, ഓണം അടിച്ചു പൊളിക്കാൻ തകർക്കനെ. പൂവ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും ഇല്ലേ? ബാക്കിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു മുന്നേ. ഈ ഉത്രാടപ്പാച്ചിലിന് ഏറ്റവും അവസാന ഘട്ടത്തിൽ പുള്ളി വന്ന് പൂവൊക്കെ വാങ്ങിച്ചിങ്ങനെ നിൽക്കുന്ന. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇങ്ങനെ അവരെല്ലാം ഇങ്ങനെ ആഘോഷത്തിലാണ്. കാരണം അവസാന ഘട്ടത്തിൽ പൂവാണ് പുള്ളി വാങ്ങിയിട്ടുള്ളത്, ബാക്കിയെല്ലാം പുള്ളി നേരത്തെ തന്നെ അവരൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഓരോരോ വസ്തുക്കൾ. ഈ പ്രജിത്തെ, നമ്മൾ ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഈ പൂരം നടക്കുന്ന ഒരു മണ്ണുകൂടിയാണിത്. ആ പൂരത്തിന് എങ്ങനെയാണോ ആളുകൾ തിങ്ങി നിറയുന്ന പോലെ തന്നെയാണ് ഈ ഓണത്തിന് മുന്നോടിയായിട്ട് ഈ ആളുകൾ ഇങ്ങനെ ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ വസ്ത്രങ്ങളൊക്കെ വാങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ചേട്ടനൊക്കെ കുടുംബത്തോടൊപ്പം എത്തി വസ്ത്രങ്ങളൊക്കെ വാങ്ങുന്ന ദൃശ്യം. ചേട്ടാ, എന്തായി ഓണമൊക്കെ എവിടം വരെ? ഓണം നന്നായിട്ട് ആഘോഷിക്കുന്നു. ഉത്രാടപ്പാച്ചിലിന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളതാണ് ഞങ്ങൾ, സ്ഥിരമായിട്ട് വരുന്നതാണ്. എല്ലാ വസ്തുക്കളും കിട്ടും. എല്ലാ വർഷവും വരാറുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ട്, ഞങ്ങളുടെ അപ്പച്ചൻ മരിച്ചിരിക്കുന്ന കാരണം വാലായ്മയാണ്. അത് കാരണം എന്നാലും ജസ്റ്റ് ഒന്ന് വന്ന് വേണു. കുറേ കാലങ്ങളായിട്ട് ചേട്ടൻ്റെ കൂടെ, ചേട്ടൻ ധനലക്ഷ്മിയിലാണ് വർക്ക് ചെയ്യണത്, ഞങ്ങൾ വരാറുണ്ട്, സ്ഥിരം കസ്റ്റമർ. അങ്ങനെ കണ്ടില്ലേ, അവരുടെ കുടുംബത്തിലെ അവരുടെ പ്രിയപ്പെട്ട ഒരാൾ പോയിട്ടും ആ ഒരു വിഷമതകളൊക്കെ അവരുടെ അലട്ടുന്നുണ്ടെങ്കിലും അവർ ഓണത്തിന് ഒരു മാറ്റു കുറയ്ക്കാതെ തന്നെ, ഓണം ഈ പണ്ടൊക്കെ നമ്മൾ പറയുമല്ലോ, കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവരൊക്കെ ആ ഒരു ആഘോഷം എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അതിൻ്റെയൊക്കെ ആ ഒരു ഒട്ടപ്പാച്ചിലാണ് അവസാന നിമിഷവും ഉള്ളത്. നമുക്ക് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരനടയിലേക്ക് എത്തുന്ന ഒരു വഴി കൂടിയാണ്. ആ വഴിയുടെ ഇരുഭാഗങ്ങളിലും ആളുകളെ കൊണ്ട് ജനങ്ങളാൽ നിബിഡമാണ്. കാരണം ഇരുവശങ്ങളിലും വിവിധ തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ, ആ വ്യാപാര സ്ഥാപനങ്ങൾ നിറയെ ആളുകൾ അവിടെ വസ്തുക്കളൊക്കെ വിൽക്കുന്നു. പൂക്കളുണ്ട്, അതേപോലെ തന്നെ വസ്ത്രങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാ വസ്തുക്കളും ഒരേ സമയം കച്ചവടം നടത്തുന്നു, വ്യാപാരം നടത്തുന്നു. നിരവധി ദിവസങ്ങളായിട്ടൊക്കെ ഇവിടെ ഈ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇത്രയധികം ആളുകൾ ഇങ്ങനെ ജനസഞ്ചയമാൽ നിബിഡമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഇപ്പോൾ ഇന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഉത്രാടപ്പാച്ചിൽ മാത്രം കാണാൻ പറ്റുന്നതാണ്. മറ്റേ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിനോളം തന്നെ പാരമ്പര്യമുള്ള ശക്തൻ മാർക്കറ്റൊക്കെ ഉണ്ടെങ്കിലും ആ മാർക്കറ്റിനൊപ്പം തന്നെ കിടപിടിക്കുന്ന ഒരു സംവിധാനങ്ങളിലേക്ക്, അല്ലെങ്കിൽ അത്രയധികം ആളുകൾ എത്തുന്ന ഒരു തരത്തിലേക്ക് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു പ്രദക്ഷിണ വഴികൾ, മൈതാനം, അങ്ങനെ എല്ലാം തിങ്ങി നിറയുകയാണ്, ആളുകളെ കൊണ്ട് നിറയുകയാണ്. അവസാന വട്ടം ഒന്ന് വന്ന് എന്തെങ്കിലും ഇനിയും വാങ്ങാനുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ആളുകൾ വാങ്ങുന്നു. അതേപോലെ തന്നെ ഈ വസ്ത്രങ്ങൾക്കൊപ്പം തന്നെ ഈ പുതിയ കുട്ടികളൊക്കെയാണ്, അവർക്കൊക്കെ ഈ ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ വളയും മാലയും
ഉള്ളിയും അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിൽ അല്ലെങ്കിൽ ആ ഒരു തിരക്കിൽ ഒരു കടയിലേക്ക് നോക്കും എത്രത്തോളം ആളുകളാണ് ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുന്നത്. അങ്ങനെ വലിയ രീതിയിൽ ജാതി മത ഭേദ വ്യത്യാസമില്ലാതെ മലയാളികളെല്ലാം ഒരേ മനസ്സോടെ ഓണം ഉണ്ണുമ്പോൾ ആ ഓണത്തിനൊപ്പം നടക്കാൻ, ഓണത്തിനൊപ്പം നിൽക്കാൻ, ഓണത്തിനൊപ്പം സഞ്ചരിക്കാൻ അപ്പോൾ മലയാളികൾ എല്ലാവരും ആ ഉത്രാടപ്പാച്ചിലിന്റെ ലഹരിയിലാണ്. ഇനി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ മനഃപൂർവ്വം മറന്നു കളഞ്ഞതോ അല്ലെങ്കിൽ മറന്നു പോയതോ ആയിട്ടുള്ള വസ്തുക്കളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ അവ വാങ്ങിച്ച് വീട്ടിലേക്ക് എത്താനും നാളത്തെ സദ്യയ്ക്ക് വേണ്ടിയുള്ള വട്ടങ്ങളൊക്കെ ഒരുക്കാനുമുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ.